എന്താണാവോ ഭവതി അടുക്കളയിലേക്ക്? മാഡത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേ? ഐസ് വലുത് വേണോ മുഖത്ത് വയ്ക്കാൻ? വീട്ടില് തല്ലി വളർത്തിയില്ലെങ്കിലേ റോഡിൽ നിന്ന് തല്ലി വാങ്ങുന്നൊരു ചൊല്ലുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയും വേദനിപ്പിച്ച ആൾക്കാർക്ക് അതിന്റെ ശിക്ഷ കിട്ടിയെന്നങ്ങ് കൂട്ടിയാ മതി. സ്വന്തം നേട്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയും നിന്നെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നിവർത്തികേട് കൊണ്ടും നിലനിൽപ്പിനും വേണ്ടി ചെയ്തു പോയതാ. എന്ത് ന്യായം പറഞ്ഞാലും സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. അതെ, സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചേ തീരൂ, അതിനി ആരായാലും. ആ ബോധം ഉണ്ടായാ നല്ലത്. പെട്ടെന്ന് അടിക്ക്. ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാനാ ഞാൻ വന്നത്. നിന്നോട് ഓർഡർ ചെയ്താ നീ അതിലും കാന്താരി കലർത്തുമെന്ന് എനിക്കൊരു ഡൗട്ട്. കിട്ടേണ്ടതുപോലെ ഒരെണ്ണം കിട്ടിയപ്പോ നീ ശരിക്കും പഠിച്ചു അല്ലേടി ചേച്ചി? അമ്മയ്ക്കും ഇത് തന്നെ അബദ്ധം പറ്റിയത്. അന്നേ നിനക്കൊരെണ്ണം ശരിക്കും തന്നിരുന്നെങ്കിൽ നീ എന്നേ നന്നായി പോയേനെ. അയ്യോ, മാഡം ഐസ് കൂടുതൽ ഇടണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അയ്യോ, ഹലോ, ആണോ? ഞാൻ ഇപ്പൊ തന്നെ മെയിൽ ചെക്ക് ചെയ്യാം. 1 സെക്കൻഡ്, ഞാനിപ്പോ നോക്കിയിട്ട് പറയാം. ഒരടി കൊണ്ട് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുമെന്ന് നീ കാണാനിരിക്കുന്നേ ഉള്ളൂ. നീ മാത്രമല്ല, നിന്റെ രമാദേവി മാഡോ. എന്നെ തല്ലിയ രമാദേവിയുടെ കയ്യ് ഇന്ന് തളരും. രമാദേവി എന്ന അധ്യായം ഇന്ന് തീരും. ഇനി രമാനിലയത്തില് ഐശ്വര്യലക്ഷ്മിയുടെ കാല.